നമസ്കാരം സാർ. നമസ്കാരം. അപ്പോൾ ഒരു വിഷുവായിട്ട് നല്ല ഒരു ദിവസം സാറിന് ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ പ്രേക്ഷകർക്കും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സമ്പൽ സമൃദ്ധമായ വിഷു ആശംസകൾ. ഒപ്പം അംബേദ്കർ ജയന്തി അതാണ് ജയന്തി മംഗളങ്ങളും നേരുന്നു. അതെ, 134ാമത് അംബേദ്കർ ജയന്തിയാണ്. 1891 ഏപ്രിൽ 14 മഹാനായ ഡോക്ടർ BR അംബേദ്കർ ജനിക്കുന്നത്. അപ്പോൾ നമുക്ക് അംബേദ്കറിനെ കുറിച്ച് പറയാതെ ഈ വിഷു ദിനത്തിൽ നമ്മൾ മറ്റു കാര്യങ്ങൾ പറയുന്നതിന് ഒട്ടും ഔചിത്യമില്ല. അപ്പോൾ ഔചിത്യപൂർവ്വം നമുക്ക് പെരുമാറാം. ഒരുപക്ഷെ നമ്മുടെ രാജ്യത്ത് നമ്മളിപ്പോൾ എല്ലാവർക്കും സമ്പൽ സമൃദ്ധി ഉണ്ടാവട്ടെ എന്നല്ലേ പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന സുഖവും സന്തോഷവും സ്വാതന്ത്ര്യവും ഒക്കെ സമ്മാനിക്കുന്നതിൽ അംബേദ്കർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിഷുദിനത്തിൽ അദ്ദേഹത്തെ ഓർമ്മിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ല, അത് അംബേദ്കർ സുനിൽ ഇത് പറയുമ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, ഈ അംബേദ്കർ അസൂയാർഹമായ അക്കാദമിക മികവ് പുലർത്തിയ ഒരാളാണ്. അതിൻ്റെ കെറിവ് കുശുമ്പ് നെഹ്റുവിനുണ്ടായിരുന്നു, ത്രൂ ഔട്ട് ഉണ്ടായിരുന്നു. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോകത്തിലെ ഏറ്റവും വലിയ സർവകലാശാലകളിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിലും നിയമത്തിലും ബിരുദാനന്തര ബിരുദവും ഗവേഷണ ബിരുദവും നേടിയിട്ടുള്ള ഒരാളാണ്. ഇന്ത്യയിലും അദ്ദേഹം വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദിക്കും, ഇത് ഭാരത് ലോ എടുത്ത് ഒരുപാട് പേരുണ്ട്. മഹാത്മാഗാന്ധി എടുത്തിട്ടുണ്ട്, സർദാർ പട്ടേൽ എടുത്തിട്ടുണ്ട്, പിന്നെ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അവിടെ പഠിച്ചിരുന്നു എന്നാണ് തോന്നുന്നത്. പഠിച്ചത് പാസ്സായില്ല. ഇവിടെ ഈ വലിയ കുടുംബത്തിൽ നിന്ന് വരുന്നവരെ പാസ്സാക്കി വിടുന്ന സമ്പ്രദായത്തിലായിരുന്നു. പക്ഷേ ഇവരൊക്കെ ഇപ്പോൾ ഗാന്ധിയെക്കുറിച്ചുള്ള, ഞാൻ സ്കൂളിൽ പഠിച്ച ഒരു പാഠഭാഗത്ത് കണ്ടിട്ടുള്ള ഒരു കാര്യം, ഗാന്ധി ഇങ്ങനെ അവിടെ പോകാൻ വേണ്ടി പോയ ഗാന്ധി ഇങ്ങനെ എന്ത് ചെയ്യണം എന്ന് പോലത്തെ, ആദ്യം BA പാസ്സാകൂ, പിന്നെ എന്നെ വന്ന് കാണൂ എന്നൊരു അഗർവാൾ പറഞ്ഞതായിട്ട് ഒരു ഓർമ്മയുണ്ട്. അങ്ങനെയാണ് ഈ അഗർവാൾ എന്നൊരാൾക്ക് പേരുണ്ടാകാം എന്നുള്ള കാര്യമൊക്കെ ഞങ്ങൾ അറിയണതാണ്. ഞങ്ങൾ ഈ നാട്ടിൻപുറത്ത് കേരളത്തിൽ ഒരു ചെറിയ തുരുത്തിലുള്ള ഒരു സ്കൂളിൽ പഠിക്കുന്നവർക്ക് ഇങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊന്നും അറിയില്ല. അഗർവാളിനെ കുറിച്ചാണ് ആകെ അറിയാവുന്നത്. അഗർവാൾ നമുക്ക് നിശ്ചയമില്ലാത്തതാണ്. ഞാൻ പറയുന്നത്, ഇവരെല്ലാവരും അവരുടെ ജനിച്ച സാഹചര്യത്തിൻ്റെ കൂടി സൗകര്യം ഉപയോഗിച്ചിട്ടാണ് ഈ ബിരുദങ്ങളൊക്കെ എടുത്തത്. ഇതൊരു സൗകര്യമില്ലാതെ ഏറ്റവും ജാതീയമായി പിന്നാക്കം നിന്ന്, ഇത് ജാതീയമായി പിന്നോക്കം, സാമ്പത്തികമില്ല, സഹായിക്കാൻ ആളില്ല, ഈ സ്വന്തം ബുദ്ധിശക്തി കൊണ്ട് കയറി വന്ന ഒരാളാണ്. അദ്ദേഹത്തെ ബറോഡ രാജാവോ അങ്ങനെ ബറോഡ രാജാവ് ഫെലോഷിപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. കാരണം മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ അവസരം ഒരുക്കിയപ്പോൾ ബറോഡ രാജാവ് ഇദ്ദേഹം മിടുക്കനായതുകൊണ്ട് ഫെലോഷിപ്പ് കൊടുത്തു. ഫെലോഷിപ്പ് കിട്ടിയിട്ട് കാര്യമില്ല, അവിടെ പോയി പഠിക്കേണ്ടത്. അത് പഠിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഏറ്റവും പ്രചോദനം നൽകേണ്ട വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് അംബേദ്കറാണ്. അല്ലാതെ കഞ്ചാവ് അടിച്ചെങ്ങാണ്ട് ബൊളീവിയൻ കാട്ടിൽ നടന്ന ആളൊന്നുമല്ല. അയാൾ ഒരു ഈ നിങ്ങൾ ഉദ്ദേശിച്ച കക്ഷി ഷേ ഗുവേരയാണല്ലോ. അയാൾ പറഞ്ഞിരിക്കുന്നത്, വെടിമരുന്നിൻ്റെയും ചോരയുടെയും ഗന്ധം എന്നെ ഉന്മത്തനാക്കുന്നു എന്നാണ്. ചോരയുടെ മണം ഉന്മത്തനാക്കുന്നത് ക്രിമിനലിനെയാണ്, അല്ലാണ്ട് മറ്റുള്ളവരല്ല. അത് പോയിക്കോട്ടെ. അപ്പോൾ അംബേദ്കറാണ്. കാരണം ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുകയും സ്വന്തം സാഹചര്യങ്ങളോട് പടവെട്ടി മുന്നേറാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇന്ത്യയിലുള്ള കോടാനുകോടി ചെറുപ്പക്കാർക്ക് പ്രചോദനം അംബേദ്കറാണ്. പക്ഷെ അങ്ങനെ നമ്മൾ ഈ അംബേദ്കർ എന്ന് പറയുന്ന മഹാപ്രതിഭ ഏറ്റവും പരമദരിദ്രമായ സാഹചര്യങ്ങളിൽ നിന്ന് വളർന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പദവികൾ, അംബേദ്കറിന് അർഹിക്കുന്ന പദവികൾ കിട്ടിയോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രതിഭയ്ക്കും ശേഷിക്കും അനുസരിച്ചുള്ള പദവികൾ കിട്ടിയിട്ടില്ല. എന്നാൽ പോലും യഥാർത്ഥത്തിൽ ഒരു ഇന്ത്യൻ ചെറുപ്പക്കാരെ പ്രചോദിപ്പിക്കുന്ന റോൾ മോഡലായി അംബേദ്കർ മാറേണ്ടിയിരുന്നില്ലേ? അല്ല, അംബേദ്കർ അങ്ങനെ മാറ്റാതിരിക്കുന്നതിന് വേണ്ടി ഏറ്റവും കൂടുതൽ ബുദ്ധിപൂർവവും യുക്തിപൂർവവും പരിശ്രമിച്ച കക്ഷിയുടെ പേര് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഇൻഫീരിയോറിറ്റി തന്നെയാണ് അതിൻ്റെ കാരണം. കാരണം ഈ അപകർഷതാബോധം ഉണ്ടായിരുന്നു, തർക്കമില്ല. കാരണം നെഹ്റുവിന് എന്ന് മാത്രമല്ല, നെഹ്റുവിനേക്കാൾ ബ്രില്യൻ്റ് അക്കാദമിക് റെക്കോർഡുള്ള എല്ലാവരോടും നെഹ്റു ശത്രുതയോടുകൂടിയാണ് പെരുമാറിയിട്ടുള്ളത്. സുഭാഷ് ചന്ദ്രബോസ് ICS ശത്രുത, സവർക്കർ ബ്രില്യൻറ്റ് ശത്രുത, നിങ്ങളെടുത്തു നോക്ക്. KM മുൻഷി ശത്രുത, നിങ്ങൾ ഓരോരുത്തർ.
അംബേദ്കർ ശത്രുത. നമ്മുടെ ഇവിടെ നിന്നുണ്ടായിരുന്ന നെഹ്റു മന്ത്രിസഭയിലെ സാമ്പത്തിക ധനകാര്യ വകുപ്പ് മന്ത്രിയില്ലേ, അദ്ദേഹവും ഇതുപോലെ തന്നെയാണ് പോകുന്നത്. സർദാർ പട്ടേൽ ശത്രുത. കാരണം നെഹ്റു ഈ സ്വയം ഒരു ബുദ്ധിജീവിയാണെന്ന് തെറ്റിദ്ധരിച്ച് ജീവിച്ച ഒരാളാണ്. സ്വയം ധരിച്ചതാണ്. പിന്നെ പ്രധാനമന്ത്രി ബുദ്ധിജീവിയാണെന്ന് എല്ലാവരും കൂടി പറഞ്ഞപ്പോൾ അങ്ങേരെ അത് വിശ്വസിക്കുകയും ചെയ്തു. അങ്ങേർക്ക് ബുദ്ധിയില്ല, ജീവിയില്ല, ഒന്നുമില്ല. അങ്ങനെ ഒരു വികാരജീവി മാത്രമായിരുന്നു. അത് പോയിക്കോട്ടെ. ഇപ്പോൾ നമ്മൾ ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയേണ്ടത് നമുക്ക് അംബേദ്കറെ കുറിച്ച് തന്നെയാണ് പറയേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ ഒരു റോൾ മോഡലായിട്ട് അംബേദ്കർ ഇപ്പോഴാണ് പ്രതിഷ്ഠിക്കപ്പെട്ടു വരുന്നത്. പട്ടേലിൻ്റെ കാര്യം പറഞ്ഞതുപോലെ ഇപ്പോഴാണ് അത് പ്രതിഷ്ഠിക്കപ്പെട്ട് വരുന്നത്. അതിനു മുമ്പ് അത് പ്രതിഷ്ഠിക്കപ്പെട്ടിട്ടില്ല. ഈ വൈസ്രോയി കൗൺസിലിൽ മന്ത്രിയായിരുന്ന കാലത്ത് അദ്ദേഹം ലേബർ മിനിസ്റ്ററായിരുന്നു വൈസ്രോയി കൗൺസിലിൽ. അപ്പോഴാണ് 12 മണിക്കൂർ ജോലി എന്നുള്ളത് 8 മണിക്കൂറാക്കി കുറച്ച് ഉത്തരവിറക്കിയ മന്ത്രിയാണ് അംബേദ്കർ. ശരിക്കും അപ്പം അംബേദ്കറെയാണ് തൊഴിലാളികൾ നന്ദിപൂർവ്വം സ്മരിക്കുന്നത്. ഇല്ല, ചെയ്യില്ല. അംബേദ്കറെ ഇകഴ്ത്തുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പങ്കും വളരെ വലുതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യത്തെ പോളിറ്റ് ബ്യൂറോ എന്ന് പറഞ്ഞാൽ ഒരു ബ്രാഹ്മണ മഹാസഭാ യോഗമായിരുന്നു. അതിൻ്റെ ഒരു ബ്രാഞ്ച്, എക്സ്റ്റൻഡഡ് വെർഷനാണ്. കാരണം ശ്രീപത് അമൃത് ഡാംഗെ, ഗംഗാധർ അധികാരി, പൂർണ്ണചന്ദ്ര ജോഷി. PC ജോഷി ബ്രാഹ്മണാണ്. പൂർണ്ണചന്ദ്ര ജോഷി, ബാലചന്ദ്ര ത്രയംബക രണദിവേ, BT രണദിവേ, കല്യാണസുന്ദരം, ഇങ്ങനെ EM ശങ്കരൻ നമ്പൂതിരിപ്പാട്, എല്ലാവരും ബ്രാഹ്മണരായിരുന്നു. അന്നത്തെ ആ ബ്രാഹ്മണ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ചണ്ടാലൻ അവരെക്കാൾ ബുദ്ധിമാനാണ് എന്ന് സമ്മതിക്കുക സ്വാഭാവികമായിട്ടൊരു പ്രയാസം ഉണ്ടായിരുന്നു. ആ പ്രയാസത്തിൻ്റെ കൂടി ഭാഗമായിട്ട് അവരും അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ 8 മണിക്കൂർ എന്നുള്ളൊരു ഇദ്ദേഹം ചെയ്തതാണെന്നുള്ള കാര്യം നമ്മൾ വളരെ ഇതൊന്നും ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നു. അല്ല, ഇന്ത്യയിൽ ഉൾപ്പെടെ തൊഴിലാളികൾക്ക് 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം, 8 മണിക്കൂർ വിനോദം എന്ന് പറയുന്ന ഇത് ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത്. അല്ല, ചിക്കാഗോയിൽ നടന്ന ആ സമരത്തിന്റെ തുടർച്ചയായിട്ട് അത് അംഗീകരിക്കപ്പെട്ട് കിട്ടിയിരുന്നില്ല. കിട്ടുന്നത് ഇദ്ദേഹത്തിന്റെ അംബേദ്കറിലൂടെയാണ്. 12 മണിക്കൂർ. മെയ്ദിന്റെ റാലിയിൽ ഉറപ്പായും പിടിക്കേണ്ട ഒരു ചിത്രം അംബേദ്കറുടെയാണ്. പക്ഷെ ഇവിടെ പിടിക്കാറില്ല. അത് പോയിക്കോട്ടെ. പിന്നെ ഇദ്ദേഹം ഭരണഘടനയിൽ ചില സുപ്രധാനമായ അതിൻ്റെ പ്രിയാമ്പിൾ രൂപപ്പെടുത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചവരിലൊരാൾ അംബേദ്കറാണ്. പിന്നെ ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിൻ്റെ മുന്നിൽ തുല്യത. കാരണം എന്താണെന്നറിയാമോ? ഈ അതുല്യത കൊണ്ടുള്ള അവഗണന ഇത്രയേറെ അനുഭവിച്ച ഒരു മനുഷ്യനാണ് അംബേദ്കർ. ആ മനുഷ്യൻ ഒരു ഭരണഘടന എഴുതി ഉണ്ടാക്കുമ്പോൾ താൻ ജീവിതത്തിൽ കണ്ട ഏറ്റവും ദരിദ്രനും നിരാലംബനുമായ മനുഷ്യനെ എങ്ങനെയെല്ലാം അവഗണിക്കപ്പെടുന്നുണ്ടോ ആ അവഗണന, അതാണ് ജാതിയുടെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, പ്രദേശങ്ങളുടെ പേരിൽ, ഒന്നിൻ്റെ പേരിലും ഉള്ള അവഗണന പാടില്ല എന്ന വകുപ്പ് എഴുതി ചേർത്തത് അംബേദ്കറാണ്. ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഭരണഘടന അംബേദ്കറുടെ സൃഷ്ടിയാണ്. ഇതൊന്നും പറയാറില്ല. അംബേദ്കറാണത് കൊണ്ടുവരുന്നത്. മൗലിക അവകാശങ്ങൾ വേണം. ഇനി ജീവിക്കാനുള്ള അവകാശം എന്ന് പറഞ്ഞാൽ മാന്യമായി ജീവിക്കാനുള്ള അവകാശം. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോരാ, മനുഷ്യനായും മാന്യനായും ജീവിക്കാനുള്ള അവകാശം. ഇതൊക്കെ അംബേദ്കറുടെ സംഭാവനകളാണ്. പിന്നെ സാർവലൗകിക വിദ്യാഭ്യാസം എല്ലാവർക്കും കൊടുക്കണമെന്നുള്ളത് അംബേദ്കറുടെ സംഭാവനയാണ്. എല്ലാവർക്കും. കാരണം വിദ്യാഭ്യാസത്തിൻ്റെ മെച്ചം എന്താണെന്ന് ദരിദ്രനും പിന്നെ അസ്പൃശ്യനും എന്താണ് അയിത്തക്കാരനുമായിരുന്ന അംബേദ്കർക്ക് അറിയാവുന്നത്രയും വേറെ ആർക്കും അറിയില്ലായിരുന്നല്ലോ. അംബേദ്കറാണത് പറഞ്ഞത്. അല്ല, അടിസ്ഥാന ജനവിഭാഗങ്ങളെ മുന്നോട്ട് കൊണ്ടുവരാൻ വിദ്യാഭ്യാസമാണ് ഏക ആയുധം. ഇതിനോടൊപ്പം തന്നെ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യം ജനാധിപത്യ സങ്കല്പത്തിന് അംബേദ്കർ നൽകിയിട്ടുള്ള സംഭാവനയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്കൽ ഇക്വാലിറ്റി മാത്രം പോരാ, സോഷ്യൽ ഇക്വാലിറ്റിയും വേണം
ഇക്കണോമിക് ഇക്വാലിറ്റിയും വേണം. ഇത് രണ്ടും വന്നാൽ മാത്രമേ ജനാധിപത്യം സുശക്തമാകൂ എന്ന് വാദിച്ച ആളാണ് അംബേദ്കർ. സാമ്പത്തിക സമത്വം വേണം, സാമൂഹിക സമത്വം വേണം, രാഷ്ട്രീയ സമത്വം വേണം. അല്ലാതെ വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടിയെന്നതുകൊണ്ട് മാത്രം ആളുകൾ വരില്ല. പക്ഷേ ഇതിനകത്ത് എന്താ പ്രശ്നം വെച്ചാൽ, സ്വാതന്ത്ര്യം കിട്ടിയ ആദ്യ ഘട്ടങ്ങളിലൊന്നും നമ്മൾ ഈ അംബേദ്കറിയൻ ആശയങ്ങൾക്ക് വേണ്ടത്ര പ്രാമുഖ്യം കൊടുത്തില്ല. ഗാന്ധിജിയെപ്പോലെ തന്നെ അസ്പൃശ്യനായി അവഗണിക്കപ്പെട്ട അയിത്തക്കാരനായിരുന്നു അംബേദ്കറും. നെഹ്റു എപ്രകാരമാണോ ഗാന്ധിയെ അവഗണിച്ച് പുറത്താക്കിയത്, അതുപോലെ തന്നെ നെഹ്റു അംബേദ്കറെയും അവഗണിച്ച് പുറത്താക്കി. അതിൻ്റെ ഫലമാണ് നമ്മുടെ സമൂഹം ഇത്രയും കാലം നരകിക്കാനുള്ള കാരണം. എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടി. അപ്പോൾ എൻ്റെ വോട്ട് ചെയ്യാനുള്ള അവകാശം മഹത്താണെന്ന് പറയുക, നെഹ്റു പോയിട്ട് 4 വാചകം പറയുക, ഈ വാചകത്തിൻ്റെ അർത്ഥം എന്താണെന്ന് ആർക്കും അറിയാതിരിക്കുക, കേട്ട് ഇദ്ദേഹം പോവുക. പിന്നെ ഇദ്ദേഹത്തെക്കുറിച്ചുള്ള ഇല്ലാ കഥകളുടെ പ്രളയം വരിക. ഇദ്ദേഹം രാജകുമാരനായിരുന്നു, അദ്ദേഹം ഫ്രാൻസിലായിരുന്നു ഈ സ്യൂട്ട് ധരിപ്പിച്ചിരുന്നത്, അദ്ദേഹം അങ്ങനെ ഇത് ഉടുക്കാൻ മുണ്ടില്ലാത്തവന് ഇത് ഫ്രാൻസിൽ സ്യൂട്ട് ധരിച്ചു വരുന്ന ഒരുത്തനെ കാണുമ്പോൾ ആരാധന തോന്നുന്നത് സ്വാഭാവികമല്ലേ? അങ്ങനെയുള്ള ആരാധനകളൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നതിലാണ് ഇവർ ഒന്നാം തരം PR ആയിരുന്നു എല്ലാവരും. അതിൽ നിങ്ങൾ ഈ കായംകുളത്തുകാരൻ ആ കാർട്ടൂണിസ്റ്റ് ശങ്കറുണ്ടല്ല, ഇദ്ദേഹത്തിൻ്റെ PR വർക്ക് ചെയ്യുന്ന ഒരാളായിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ നോക്കുമ്പോൾ എനിക്ക് ബോധ്യമാകുന്നത്. കാർട്ടൂണിസ്റ്റുകൾ സമ്മതിക്കാറില്ല, അദ്ദേഹം കാർട്ടൂണിസ്റ്റുകളുടെ കുലപതിയാണ്. ബ്രില്യൻ്റ് PR ആണ് സാർ. ഞാൻ എന്നറിയോ, ഏറ്റവും സമർത്ഥമായ PR ആയിട്ട് എനിക്ക് തോന്നിയത് നവംബർ 14 ശിശുദിനമാക്കി ആക്കി ചാച്ചാ നെഹ്റു. അത് ഇനി ജനിക്കുന്ന എല്ലാ തലമുറയും ഈ മനുഷ്യൻ വലിയ മഹാനായിരുന്നു പഠിക്കണം. ചാച്ചാ നെഹ്റു, ചാച്ചാ നെഹ്റു, ചാച്ചാ നെഹ്റു. എന്തിനാ ചാച്ചാ? ഇതുപോലെ ഈ ഇന്ത്യ മഹാരാജ്യത്തിന് ദ്രോഹം ചെയ്തൊരാൾ വേറെ ഒരു ഭരണാധികാരി ഉണ്ടോ? ഇപ്പോഴല്ലേ ഇതെല്ലാം അറിഞ്ഞ് വരുന്നത്. പിന്നെ അയിത്തം കുറ്റകരമാക്കുന്ന വ്യവസ്ഥ എഴുതാൻ ഗാന്ധി ഉണ്ടെങ്കിലും അത് എഴുതി ചേർത്തത് അംബേദ്കറാണ്. എന്താ ഒരു മനുഷ്യൻ്റെ സംഭാവന ചെറുതാണ്. ഇന്ന് ഈ രാജ്യത്തെ അധകൃത ജനവിഭാഗങ്ങൾ എന്ന് പറയുന്നവരും പാർശ്വവൽക്കരിക്കപ്പെട്ട് കഴിയുന്നവരും അവരെല്ലാം ഇന്ന് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരെ കൈപിടിച്ച് കൊണ്ടുവരുന്നതിൽ അംബേദ്കറുടെ പങ്ക് വളരെ വലുതാണ് എന്നാണ് ഞാൻ പറയുക. അംബേദ്കർ ഇല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന കാര്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോഴാണ്. അതാണ് അംബേദ്കർ ഇല്ലാത്ത ഒരു ഇന്ത്യ ഭരണഘടന. അതുകൊണ്ടാണ് ഒരു കാര്യമുള്ളത്, ഇത് പൂന പാറ്റിൻ്റെ സമയത്ത് അംബേദ്കർ അതിരൂക്ഷമായി ഗാന്ധിയെ വിമർശിച്ചു. അപ്പോൾ ഗാന്ധി അതിന് എഴുതിയത്, അംബേദ്കർ ഈസ് ബിറ്റർ, ഹി ഹാസ് എവരി റീസൺ ടു ബി സോ. അതാണ് ഈ മഹത്വത്തെ തിരിച്ചറിയുന്നു എന്ന് പറയുന്നത്. ഒരു കാരണവശാലും അംബേദ്കറെ ഇടക്കാല ഗവൺമെൻറ് എടുക്കാൻ പാടില്ല എന്ന് നെഹ്റു പറഞ്ഞപ്പോൾ ഗാന്ധി പറഞ്ഞു, സ്വാതന്ത്ര്യം കിട്ടിയേക്കുന്നത് ഇന്ത്യക്കാർക്കാണ്, കോൺഗ്രസ്സുകാർക്കല്ല, അംബേദ്കറും വേണമെന്ന് പറഞ്ഞ്. അങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ അംബേദ്കർക്ക് ഒരു ജോലിയും കൊടുത്തില്ല. അതെ, അംബേദ്കർ അവഗണിച്ച് അപമാനിച്ചാണ് നെഹ്റു അതിൽ നിന്ന് പുറത്താക്കിയത്. അവസാനം സ്വയം രാജിവെക്കേണ്ടി വന്നു. അതെ, എന്ത് ചെയ്യാൻ പറ്റും? രാവിലെ വന്നിട്ട് ഒരു പണിയില്ല. ഇത്രയും ബുദ്ധിയുള്ള ഒരാളുടെ ബുദ്ധി ഒരു കഴിവും നിങ്ങൾ ഉപയോഗിക്കുന്നില്ലെങ്കിൽ അയാൾ അവിടെ വിട്ട് പോകുകയല്ലാണ്ട് അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബുദ്ധിയില്ലാത്തവരെ മുഴുവൻ നെഹ്റു ഉപയോഗിക്കുകയും ചെയ്ത് ചേർത്ത് പിടിച്ചു. കാരണം അതാകുമ്പോൾ വേറെ കുഴപ്പമൊന്നും വരില്ലല്ലോ. അപ്പോൾ ആ രീതിയിൽ ഇന്ത്യ ഇന്ന് കാണുന്ന ഇന്ത്യയെ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ച ഒരു മഹാപ്രതിഭയാണ് അംബേദ്കർ. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നമുക്ക് വളരെ വിനയത്തോടു കൂടി ആദരാഞ്ജലികൾ അർപ്പിക്കാം. അത് മാത്രമല്ല, വിഷുദിനത്തിൽ നമ്മൾ ഓർമ്മിക്കേണ്ടത് അംബേദ്കറെ തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.